നമസ്കാരം. ഒരു 35-40 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ വാതകഫ ദോഷത്തിൽ വരുന്ന അസന്തുലിതാവസ്ഥ കാരണം തന്നെ പലപ്പോഴായിട്ട് നമുക്ക് സന്ധികളിലൊക്കെ തന്നെ നീർക്കെട്ടും വേദനയൊക്കെ അനുഭവപ്പെടാറില്ല. ഇത് മാറ്റാൻ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക്, അതായത് കുർക്കുമ ലോങ്ങ അല്ലെങ്കിൽ നമ്മുടെ പച്ചമഞ്ഞൾ, ഹരിദ്ര ഉപയോഗിക്കാനായിട്ട് പറ്റും. കുഷ്ഠ വിഷഗ്നീച രക്തശോധിനി പര എന്നുള്ളത് ഭാവപ്രകാശ നിഘണ്ടുവിൽ പറയുന്നുണ്ട്. ഇത് നമുക്ക് ശരീരത്തിൽ ചൊറിച്ചിലുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ സ്കിൻ ഡിസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എക്സിമ പോലുള്ള, സോറിയാസിസ് പോലുള്ള കണ്ടീഷനൊക്കെ ഉണ്ടല്ലോ, അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരിയായിട്ടുള്ള വിഷാംശം, ടോക്സിൻസ് ഒന്നും ഫ്ലഷ് ഔട്ട് ചെയ്ത് ശരീരം പുറത്ത് കളയുന്നില്ല എന്നുള്ളൊരവസ്ഥയിലോ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനായിട്ടോ ഒക്കെ തന്നെ നമുക്ക് ഈ ഹരിദ്ര ഉപയോഗപ്പെടാറുണ്ട്. ഒന്നാമത്തെ വിഭാഗം ഏതാണെന്നല്ലേ, അത് ക്ഷീരഭാഗ മെത്തേഡാണ്. ഗ്ലാസ് പാല് നന്നായിട്ട് തിളപ്പിച്ച്, പച്ചമഞ്ഞളാണെങ്കിൽ അതിലിട്ടിട്ട് തിളപ്പിക്കുക കേട്ടോ, നന്നായി തിളപ്പിക്കുക. അതിനുശേഷം ഒരു ഇളം ചൂടുള്ള സമയത്ത് തന്നെ അതിലേക്ക് ഒരു നുള്ളു കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ജാതി പത്രിയല്ല, ജാതിയുടെ കുരു ഉണ്ടല്ലോ, അത് പൊടിച്ചിട്ടുള്ള പൊടി ഒരു നുള്ളും കൂടെ ചേർത്തിട്ട് ഗോൾഡൻ മിൽക്ക് രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കി കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ നീർക്കെട്ടും വേദനയൊക്കെ കുറയ്ക്കാനും നല്ല ഉറക്കം കിട്ടാനും വളരെ നല്ലതാണ്. ഈ രണ്ടാമത്തെ മെത്തേഡ് ഏതാണെന്നല്ലേ, ധൂമപാനം അല്ലെങ്കിൽ മെഡിക്കേറ്റഡ് ഫ്യൂമിഗേഷൻ എന്നുള്ളതാണ്. വേദന, കണ്ണും മൂക്കും ചെവിയും ഒക്കെ വെള്ളം വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, രാവിലെ എണീറ്റാലൊക്കെ മൂക്ക് ചൊരിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ, ചെന്നിക്കുത്ത് എന്നുള്ള ഒരു അവസ്ഥയൊക്കെ തന്നെ, അതുപോലെ ശ്വാസ വൈഷമ്യമുള്ളവർ, ഒട്ടനേകം അസുഖങ്ങൾക്ക് നമുക്ക് ഈ ഒരു ധൂമപാനം ചെയ്യാൻ പറ്റും. തയ്യാറാക്കുന്നതിന് ഒരുപാടേറെ മെഡിക്കേറ്റഡ്, അതായത് ഹെർബ്സും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ഒരു ലിസ്റ്റ് ഞാനിവിടെ പറയാം. ത്രിഫല, അകിൽ, കൊട്ടം, കൊന്നത്തൊലി, നാൽപ്പാമരം, രാമച്ചം, ഇരുവേലി, ജടാമാഞ്ചി, മരമഞ്ഞൾ, വേപ്പില, കുന്തിരിക്കം, ദശമൂലം തുടങ്ങിയിട്ടുള്ളവയ്ക്ക് ഉപയോഗിക്കാം. വളരെ സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു കൂട്ടും കൂടെ പറയാം. മഞ്ഞൾപ്പൊടി, അശ്വഗന്ധ, ഇരട്ടി മധുരം, ശതാവരിയുടെ പൊടി, ഇതെല്ലാം തന്നെ 10 ഗ്രാം വീതം എടുത്തിട്ട് നെയ്യിൽ കുഴച്ച് വെക്കുക. എന്നിട്ട് കോട്ടൺ ക്ലോത്ത് ഉണ്ടല്ലോ, കോറ ക്ലോത്ത്, അതിൽ ഇത് തേച്ച് വെക്കുക, നെയ്യും കൂടെ ചേർത്തിട്ട്. എന്നിട്ട് തിരി പോലെ, നമ്മൾ വിളക്കിൽ തിരിയൊക്കെ ഇടുന്നത് പോലെ തിരിയായിട്ട് ഉരുട്ടിയെടുത്ത് അത് നിഴലിൽ ഉണക്കിയതിന് ശേഷം കത്തിച്ച് അതിൻ്റെ പുകയാണ് ശ്വസിക്കേണ്ടത്. അപ്പോൾ ഈ ധൂമവർത്തിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള പല കണ്ണിലും വായിലൊക്കെ തന്നെ പോവാൻ സാധ്യതയുണ്ട് പുക എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഇത്തരം ധൂമനേത്രാസ് നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് പേപ്പർ കട്ട് ചെയ്തിട്ട് ആ ഒരു കോൺ ഷേപ്പിൽ ചെയ്തിട്ട് അതിനുള്ളിലൂടെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം ഉള്ളിലൂടെയാണ് നമ്മൾ ഈ ഒരു പുക ശ്വസിക്കുന്നത്. അത് ശ്വസിക്കുന്നതിന് ഒരു പ്രത്യേക രീതിയൊക്കെ ഉണ്ട്. ഒരു മൂക്ക് അടച്ചു പിടിക്കുക, എന്നിട്ട് മറ്റേ മൂക്കിലൂടെ ഈ ഒരു പുക നമ്മൾ ശ്വസിക്കണം. അങ്ങനെ ശ്വസിക്കുന്ന സമയത്ത് വലിച്ചെടുക്കുന്നു, വായിലൂടെ പുറത്ത് വരുന്നു. ഇങ്ങനെ 3 തവണ ചെയ്യുക.